മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്നും വേർപെടുത്താനുള്ള റെയിൽവേ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റെയിൽവേയുടേത് ഏകപക്ഷീയമായ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സംസ്ഥാനത്തിന്റെ നീക്കം. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, സർക്കാരിന്റെ നീക്കം ഇപ്പോൾ ഏത് രീതിയിലാണ്? റെയിൽവേക്കെതിരെ എന്താണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ വിമർശനം? ഇതിൽ ഏകപക്ഷീയമായ തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ആ വിമർശനം ഉള്ളത്. സംസ്ഥാനവുമായി ഒരു തരത്തിലുള്ള ചർച്ചയും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനുമായി അത്തരത്തിൽ ഒരു ചർച്ച നടത്താതെയാണ് തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തീരുമാനം ഇതിനെ എതിർക്കേണ്ടത് ഒറ്റക്കെട്ടായിട്ടുള്ള, ഇത് മാറ്റേണ്ടത്, തീരുമാനം പുനഃപരിശോധിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യമാണ്. അതിനുള്ള നീക്കം സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത്. പ്രധാനമായും പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ റെയിൽവേ മന്ത്രിക്കും കത്തയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തെ എംപിമാർ, അത് രാഷ്ട്രീയം നോക്കാതെ എല്ലാ എംപിമാരും ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ഈ ഒരു മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷൻ മാറ്റുമ്പോൾ ഗണ്യമായ വരുമാന നഷ്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടേക്ക് പുതിയ ട്രെയിനുകൾ വരുന്നതിലൊക്കെ കുറവുണ്ടാകും. അങ്ങനെ സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അത് പുനഃപരിശോധിക്കണം. ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതിൽ ഒരു കൂട്ടായ ചർച്ച ആവശ്യമായിരുന്നു, അതുണ്ടായില്ല. അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് ശക്തമായ നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത്. സ്വാതി. ശരി ബിനിൽ.